പണ്ടൊക്കെ ഇലക്ഷൻ വന്നാൽ കൂടുതൽ റെബലുകൾ കോൺഗ്രസ്സിലാണ്. ഇപ്പോഴെന്താ? കേരളത്തിലെ SFIയുടെ ആദ്യത്തെ പ്രസിഡന്റ്, സ്ഥാപക പ്രസിഡന്റ്, ഇന്നത്തെ മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുടെ 90% നേതാവ്, ആദ്യത്തെ സ്ഥാപക SFI പ്രസിഡന്റ് G. സുധാകരൻ കോൺഗ്രസ് പിന്തുണയോടുകൂടി UDF പിന്തുണയോടുകൂടി പുന്നപ്പറയുടെ നാട്ടിൽ മത്സരിക്കുകയാണ്. അങ്ങനെ തുടങ്ങി പയ്യന്നൂർ മുതൽ കേരളം വരെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് റിബലുണ്ടാകുന്നു. ഉണ്ടാകുന്ന കാര്യമാണോ? അപ്പോൾ ഇടതുപക്ഷക്കാർ ഒന്നൊന്നായി പാർട്ടി വിടുകയാണ്, സഹയാത്രികർ പാർട്ടി വിടുകയാണ്, സാംസ്കാരിക നായകന്മാർ പാർട്ടി വിടുകയാണ്. എന്തുകൊണ്ട് സംഭവിച്ചു? പണ്ട് ഞാൻ ലാ കോളേജിൽ പഠിച്ചപ്പോൾ ഒരു പുസ്തകം വായിച്ചിട്ടുണ്ട്. അന്നത് യൂഗോസ്ലാവിയൻ വൈസ് പ്രസിഡന്റ് ആയിരുന്ന മിലോവൻ ജിലാസിൻ്റെ ന്യൂ ക്ലാസ്. ആ പുസ്തകം എനിക്ക് നഷ്ടപ്പെട്ടു. ഇന്നാളെ ഞാൻ കഴിഞ്ഞ ആഴ്ച ചോദിച്ചപ്പോൾ എൻ്റെ സ്നേഹിതൻ CP ജോൺ പറഞ്ഞു ആ പുസ്തകത്തിൻ്റെ കോപ്പിയോട്. അന്നത്തെ കാലത്ത് എഴുതിയതാണ്. ഇന്ന് കേരളത്തിൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരില്ല. മാർക്സിസ്റ്റ് അവരൊക്കെ നേതാക്കന്മാർ ന്യൂ ക്ലാസ്സായി മാറിയിരിക്കുന്നു, പുതിയ ഭരണവർഗമായി മാറിയിരിക്കുന്നു, അധികാരികളായി മാറിയിരിക്കുന്നു, കമ്മീഷണർമാരായി മാറിയിരിക്കുന്നു. ഇങ്ങനെ പോയാൽ കേരളം ബംഗാളായി മാറും.